പ്രിയമുള്ളവരെ നമസ്കാരം. വരാൻ പോകുന്ന 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF തരംഗം ഏറ്റവും കൂടുതൽ ആഞ്ഞു വീശാൻ പോകുന്ന ജില്ലകളിൽ ഒന്നാണ് മലപ്പുറം ജില്ല. 16 നിയമസഭാ സീറ്റുകളുള്ള മലപ്പുറം ജില്ല എന്നും UDFന്റെ ഒരു ശക്തി ദുർഗം ആണെന്ന് തന്നെ പറയാം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒരുമിച്ച് ഒരു കൈയും ഒരു മെയ്യോടുകൂടി പ്രവർത്തിച്ചാൽ 16-ൽ 16 സീറ്റും തൂത്തുവാരി ജയിക്കാൻ പോകുന്ന ജില്ലയാണ് മലപ്പുറം ജില്ല. മലപ്പുറത്തെ 16 നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചുണ്ടിനും കപ്പിനും ഇടയിലാണ് അവിടെ 4 സീറ്റുകൾ LDF വിജയിച്ചത്. നിലമ്പൂരിൽ PV അൻവറും താനൂരിൽ V അബ്ദുറഹ്മാനും തവനൂരിൽ KT ജലീലും പൊന്നാനിയിൽ P നന്ദകുമാറും. ഇങ്ങനെ 16 സീറ്റിൽ 4 സീറ്റാണ് LDF നേരിയ ഭൂരിപക്ഷത്തിനാണ് ഈ സീറ്റുകളിൽ വിജയിച്ചത് എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. താനൂരിൽ V അബ്ദുറഹ്മാൻ 1000 വോട്ടിൽ താഴെയാണ് PK ഫിറോസ് എന്ന യൂത്ത് ലീഗിന്റെ ഏറ്റവും വലിയ പോരാളിയോട് വിജയിച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ട വിഷയമാണ്. അതോടൊപ്പം തന്നെ തവനൂർ മണ്ഡലത്തിൽ മത്സരിച്ച അന്നത്തെ മന്ത്രിയായിരുന്ന KT ജലീൽ ഫിറോസ് കുന്നുംപറമ്പിൽ എന്ന ജീവകാരുണ്യ പ്രവർത്തകൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിച്ചപ്പോൾ വെറും 2000 ശിഷ്ട വോട്ടുകൾക്കാണ് അവിടെ KT ജലീൽ വിജയിച്ചത്. അതോടൊപ്പം തന്നെ PV അൻവർ നിലമ്പൂരിൽ വിജയിച്ചതും വളരെ ചെറിയ നാമമാത്രമായ 2000 ചില്ലറ വോട്ടുകൾക്കാണ് വിജയിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ മലപ്പുറം ജില്ലയിലെ നിയമസഭാ നിയോജക മണ്ഡലങ്ങളെ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തവണ നേരിയ വോട്ടിന് അവിടെ UDF വിജയിച്ച ഒരു മണ്ഡലമായിരുന്നു നജീബ് കാന്തപുരം പെരിന്തൽമണ്ണയിൽ നിന്നും വിജയിച്ചത്. എന്നാൽ ഇന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ലഭിക്കാവുന്ന നിലയിലേക്ക് നജീബ് കാന്തപുരം പെരിന്തൽമണ്ണയുടെ വികാരമായി മാറിയിരിക്കുകയാണ്. പെരിന്തൽമണ്ണ മണ്ഡലത്തിന്റെ ഉടനീളം വികസന പ്രവർത്തനങ്ങളിൽ മാത്രമല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ജനകീയമായ പ്രവർത്തനങ്ങളും കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയിരിക്കുകയാണ് നജീബ് കാന്തപുരം. അത്തരത്തിൽ UDFന്റെ സീറ്റുകളെല്ലാം സുരക്ഷിതമായി നിലനിൽക്കുമ്പോൾ തന്നെ LDFന്റെ സീറ്റുകളായിട്ടുള്ള താനൂരിൽ അബ്ദുറഹ്മാൻ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. PK ഫിറോസ് ഒരിക്കൽ കൂടി താനൂർ മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ വരികയാണെങ്കിൽ തീരദേശം ഉൾപ്പെടുന്ന താനൂർ മണ്ഡലത്തിൽ 25,000-ത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ PK ഫിറോസ് അവിടെ നിന്നും വിജയിക്കുമെന്നാണ് നമുക്ക് അവിടുത്തെ കറണ്ട് ട്രെൻഡ് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ തവനൂരിൽ KT ജലീൽ ഇനി മത്സരിക്കാനേയില്ല. കേരളത്തിന്റെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ സീറ്റുകളില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജലീൽ പ്രഖ്യാപിച്ചു, എനിക്കിനി സീറ്റ് വേണ്ട, നിയമസഭയിലേക്ക് പുതുമുഖങ്ങൾ മത്സരിക്കട്ടെ എന്ന്. അതോടൊപ്പം തന്നെ പൊന്നാനിയിൽ കഴിഞ്ഞ തവണ ഒരേ ഒരു സീറ്റിലാണ് മലപ്പുറം ജില്ലയിൽ ഒരു നല്ലൊരു ഭൂരിപക്ഷത്തിന് LDF വിജയിച്ചത്. പൊന്നാനിയിൽ അവിടെ കഴിഞ്ഞ തവണ AM രോഹിത് എന്ന പുതുമുഖ യുവ സ്ഥാനാർത്ഥിയോടാണ് LDFലെ P നന്ദകുമാർ വിജയിച്ചത്. എന്നാൽ കഴിഞ്ഞ 5 വർഷക്കാലം പൊന്നാനി മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിച്ച AM രോഹിത് അവിടെ ശക്തമായ നിലയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ജനമനസ്സുകൾ കീഴടക്കുകയും ചെയ്തതുകൊണ്ട് പൊന്നാനിയും ഇത്തവണ LDFന് കട്ടപ്പുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ മണ്ഡലങ്ങൾ ഓരോന്നും എടുത്തു പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നതോടുകൂടി തന്നെ LDFന്റെ സിറ്റിംഗ് സീറ്റായിരുന്ന നിലമ്പൂർ മണ്ഡലം UDF പിടിച്ചെടുക്കുകയും ആര്യാടൻ ഷൗക്കത്ത് 10,000-ത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും വിജയിക്കുകയും ചെയ്തു. ബാക്കിയുള്ള മണ്ഡലങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറനാടാണെങ്കിലും കൊണ്ടോട്ടിയാണെങ്കിലും മഞ്ചേരിയാണെങ്കിലും വേങ്ങരയാണെങ്കിലും ഏത് മണ്ഡലം പരിശോധിക്കുകയാണെങ്കിലും കോട്ടക്കലാണെങ്കിലും എല്ലാ മണ്ഡലങ്ങളും UDFന് ഈസി വാക്ക് ഓവർ. എന്നാൽ ഇത്തവണ UDF ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെയാണ് മലപ്പുറം ജില്ലയിൽ പരീക്ഷിക്കാൻ ഒരുങ്ങുന്നത്. മുസ്ലിം ലീഗ് ഏറ്റവും അവസാനമായി അവരുടെ സംസ്ഥാന കമ്മിറ്റി കൂടിയപ്പോൾ തീരുമാനമെടുത്തത് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുക, യുവാക്കൾക്ക് അവസരം കൊടുക്കുക, ചെറുപ്പക്കാരായിട്ടുള്ള യുവതികൾക്കും അതുപോലെ തന്നെ യൂത്ത് ലീഗിന്റെയും വനിതാ ലീഗിന്റെയും ഒക്കെ പ്രവർത്തകർക്ക് ഇത്തവണ നിയമസഭയിലേക്ക് അവസരം കൊടുക്കാനാണ് ലീഗിന്റെ തീരുമാനം. അപ്പോൾ ഇത്തരത്തിൽ നല്ല മികച്ച സ്ഥാനാർത്ഥികൾ കൂടി വരുന്നതോടുകൂടി നിലവിലെ 10,000-ങ്ങളുടെ ഭൂരിപക്ഷം 50,000-ത്തിലേക്കൊക്കെ എത്തപ്പെടാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് മലപ്പുറം ജില്ല.
വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 16-ൽ 16 സീറ്റുകളും UDF വമ്പൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച് ചരിത്രപരമായിട്ടുള്ള UDF ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കാനായിട്ട് UDFന്റെ MLA-മാരെ വിജയിപ്പിച്ചു കൊണ്ടുവരാൻ പോകുന്ന ജില്ലയായിരിക്കും മലപ്പുറം. അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും വണ്ടൂരിലാണെങ്കിലും നിലമ്പൂരിലാണെങ്കിലും തവനൂരിലാണെങ്കിലും ഒക്കെ വിജയിച്ചു വരാവുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകർ ഒറ്റക്കെട്ടായിട്ട് ഒരുമയോടും ഒരു കൈയോടും കൂടി പ്രവർത്തിച്ചുകൊണ്ട് അശക്തമായിട്ടുള്ള UDFന്റെ സാരഥികളെ വിജയിപ്പിച്ച് UDFന്റെ ഒരു ഗവൺമെന്റ് രൂപീകരിക്കുവാനുള്ള എല്ലാ പരിശ്രമങ്ങളും ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വരാൻ പോകുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ UDFന്റെ തദ്ദേശ സ്ഥാപനങ്ങൾ നിലനിർത്തുകയും ഇടതുപക്ഷത്തിന്റെ കയ്യിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ UDF അട്ടിമറി വിജയം നേടി അധികാരത്തിലേക്ക് വരികയും ചെയ്യുമെന്നാണ് നിലവിലെ ട്രെൻഡുകൾ മനസ്സിലാക്കുന്നത്. അതിനോടൊപ്പം തന്നെ സുനിൽ കനകൂലുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ റിപ്പോർട്ടുകളുടെ സർവേകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ റിപ്പോർട്ട് UDFന് വളരെ അനുകൂലമായ സാഹചര്യമാണ് മലപ്പുറം ജില്ലയിലുള്ളതെന്നും 16-ൽ 16 സീറ്റുകളും ഇത്തവണ നേടുമെന്നുള്ളതും നമ്മൾ അറിയുന്നു.